Hello students, UGC NET JRF ഡിസംബർ 2022 പരീക്ഷയ്ക്കാണ് നിങ്ങൾ എല്ലാവരും തയ്യാറെടുക്കുന്നത്. നിങ്ങളിൽ പലരും ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്ത് പരിചയമുള്ളവരായിരിക്കാം. സോ അങ്ങനെയുള്ളവർക്ക് സിലബസിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ആദ്യത്തെ ക്ലാസ് സിലബസിനെ പരിചയപ്പെടുത്തുക എന്നതാണ്. നിങ്ങളിൽ പലരും എക്സാം ആദ്യമായി അപ്രോച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അത്തരത്തിലുള്ളവർക്ക് സിലബസിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ പ്രത്യേകം ഈ ക്ലാസ് കേൾക്കേണ്ടതാണ്. സിലബസ് അറിഞ്ഞിരിക്കണം. സിലബസ് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആവുക. അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങളൊക്കെ പ്രൊഫസേഴ്സ് ആവാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീച്ചിങ് ആൻഡ് റിസർച്ച് കാപ്പബിലിറ്റീസ് അളക്കുന്ന ഒരു പേപ്പർ മാത്രമാണ് ജനറൽ പേപ്പർ. മെന്റൽ എബിലിറ്റീസ് മെഷർ ചെയ്യുന്നതിനായി ലോജിക്കൽ റീസണിംഗ്, മാത്തമാറ്റിക്കൽ റീസണിംഗ് തുടങ്ങി പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ ടോപ്പിക്സുകളെല്ലാം ഈ ഒരു സബ്ജക്റ്റിൽ കവർ ചെയ്യുന്നുണ്ട്. Let's get started from our syllabus. First of all, you must download the syllabus from UGC NET official website. Otherwise, those who don't have the syllabus will be sent personally. Each chapter has 6 subtopics. Okay. Here, Unit 1 discuss about teachers and students. I mean learners, their characteristics, nature, objective, etc. ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ടീച്ചറിനെ കുറിച്ചും ലേണറിനെ കുറിച്ചുമാണ് കൂടുതലും പറയുന്നത്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സുകൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, എങ്ങനെയൊക്കെ ഒരു ടീച്ചിങ് മെത്തേഡ്സുകൾ ഉണ്ട്, അവരെന്തൊക്കെ ഉപയോഗിക്കും. ഇവിടെ കുറെ പോയിന്റ്സ് കാണുന്നുണ്ട്. സ്വയം പ്രഭ, ഇതൊക്കെ എന്താണ്, ഇത്തരത്തിലുള്ള ടേംസിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇവാലുവേഷൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. സോ ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയി പറയുന്നതിന് മുൻപ് നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇത് 2013 ഡിസംബറിൽ UGC ചോദിച്ച ഒരു ചോദ്യമാണ്. Question ഞാൻ വായിക്കാം. While delivering lecture, if there is some disturbance in the class, a teacher should: Option A, keep quiet for a while and then continue. Punish those causing disturbance. Motivate to teach those causing disturbance. Not bother of what is happening in the class. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിൽ ചിലർ സംസാരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കി. ആ സമയത്ത് ടീച്ചർ എന്തു ചെയ്തിരിക്കും എന്നാണ് ചോദ്യം. നിങ്ങളാണെങ്കിൽ എന്തു ചെയ്തിരിക്കും? നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാൻ സാധിക്കുമോ? ജസ്റ്റ് മനസ്സിൽ നിങ്ങൾ തന്നെ ഒരു ഉത്തരം കണ്ടെത്തൂ. UGC നൽകിയ ഉത്തരം ഇങ്ങനെയാണ്. ഓപ്ഷൻ സി ആണ് UGC പറയുന്നത്. മോട്ടിവേറ്റ് ടു ടീച്ച് ദോസ് കോസിംഗ് ഡിസ്റ്റർബൻസ്. ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ് UGC പറയുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഓരോ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ ഓരോ പേഴ്സൺസിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ചില ടീച്ചേഴ്സ് ആണെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥികളെ എണീപ്പിച്ചു നിർത്തി അവരെ ചിലപ്പോൾ വഴക്ക് പറയാം, തല്ലാം, പുറത്താക്കാം, അത്തരത്തിലുള്ള പണിഷ്മെന്റ്സ് ഒക്കെ കൊടുക്കാം. മറ്റു ചിലരാണെങ്കിൽ അവര് ശബ്ദം ഉണ്ടാക്കട്ടെ എന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ചില ടീച്ചേഴ്സ് എന്ത് ക്ലാസ്സിൽ നടന്നാലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല, എന്റെ ക്ലാസ് ഞാൻ എടുക്കും എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തു പോകുന്ന ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ UGC പറയുന്നത് അത്തരത്തിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയവരെ മോട്ടിവേറ്റ് ടു ടീച്ച് ദോസ് കോസിംഗ് ഡിസ്റ്റർബൻസ്, അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നതാണ് ഇവിടെ UGC നൽകുന്ന ഉത്തരം. ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ടീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ പല ഉത്തരങ്ങൾ നമുക്ക് ഈ 4 ഓപ്ഷൻസും ആപ്റ്റ് ആയിട്ട് തോന്നാം. പക്ഷെ UGC നൽകുന്ന ഉത്തരങ്ങൾ നമ്മൾക്ക് അറിയണമെങ്കിൽ നമ്മൾ സിലബസ് കൃത്യമായി കവർ ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പ്രധാനമായും ഇവാലുവേഷൻ സിസ്റ്റംസ് പഠിച്ചിരിക്കണം. ഇവാലുവേഷൻ സിസ്റ്റംസ്, അതിൽ നിന്നൊരു ചോദ്യം വളരെ ഉറപ്പാണ്. ഫോർമാറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഉണ്ട്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ CE മാർക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ?
അതുപോലെ തന്നെ ഈ ഇവാലുവേഷൻ സിസ്റ്റംസിന്റെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഇത്ര മാർക്ക്, ഒരു 100 മാർക്കിൽ ഇത്ര പെർസെന്റേജ് സ്കോർ ചെയ്തു, അത് എന്ത് ടൈപ്പ് ഇവാലുവേഷൻ, അങ്ങനെ ടൈപ്സ് ഓഫ് ഇവാലുവേഷനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ സ്വയം പ്രഭ ഇത്തരത്തിലുള്ള ടേംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ടേംസിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ. യൂണിറ്റ് 2 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ റിസർച്ച്, JRF എഴുതുന്ന ആളുകൾ ഉണ്ടാവാം. നെറ്റ് മാത്രം പോരാ, എനിക്ക് JRF കിട്ടി PhD ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം. അപ്പം അവർ JRF കിട്ടി പോയി കഴിഞ്ഞാൽ ഈ ഒരു റിസർച്ച് ആയിരിക്കും ചെയ്യുക. ഓൾറെഡി ഒരാൾ കണ്ടുപിടിച്ച ഒരു കാര്യത്തിൽ കൂടുതൽ റിസർച്ച് ചെയ്ത് മറ്റു പലതും കണ്ടുപിടിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് പലതരത്തിലുള്ള മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. എക്സ്പെരിമെന്റൽ മെത്തേഡ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്. ഇതൊന്നും അല്ല, സിലബസിൽ നിന്നും പുറത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എക്സ്പോസ്റ്റ് ഫാക്ടോ മെത്തേഡ്, അത്തരത്തിൽ ഒരുപാട് ടൈപ്സ് ഓഫ് മെത്തേഡുകൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഈ മെത്തേഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മെത്തേഡുകളിൽ നിന്നും ഏതെങ്കിലും ഒരു മെത്തേഡിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നത് വളരെ ഷുവർ ആയ ഒരു കാര്യമാണ്. ഓക്കെ. യൂണിറ്റ് 3 കോംപ്രിഹെൻഷൻ. അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അതെന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. Reading comprehension is paragraph type questions. There is nothing special to learn. We will discuss some tricks in the classes. This chapter can score 10 marks very easily. A passage of text is given. ഒരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കാം, അതിൽ നിന്നും 5 ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം 10 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഒരു പാരഗ്രാഫ് പൂർണ്ണമായും വായിച്ച് സമയം കളയാതെ എങ്ങനെ പാരഗ്രാഫ് പൂർണ്ണമായും വായിക്കാതെ ഉത്തരത്തിലേക്ക് എത്താം എന്ന ചില ട്രിക്കുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ വരുന്ന ചാപ്റ്റർ യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ. ഇതും അത്ര പേടിക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല. കമ്മ്യൂണിക്കേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ മീനിങ്, ടൈപ്സ്, ഇത് ഒരു ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ നമുക്ക് കിട്ടാവുന്ന കാര്യമുള്ളൂ. കൂടുതലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയ ചില ചോദ്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. ഇനി വരുന്ന 3 ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് 5, 6, 7. ഇത് റീസണിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ 3 ചാപ്റ്റേഴ്സും വളരെ ഡീറ്റെയിൽ തന്നെ നമ്മൾ പഠിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യും. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്താണെന്ന് അറിയണം. അതുപോലെ ഒരു വെൻ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ചാർട്ട്, വെൻ ഡയഗ്രാം ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ വരുന്നതല്ല. പൈ ചാർട്ട്, ടേബിൾ ചാർട്ട് ഒക്കെ തന്നിട്ട് കഴിഞ്ഞ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരത്തിലൊരു ടേബിൾ ചാർട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ടേബിൾ ചാർട്ട് തന്ന് അതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ നമ്മൾ ആൻസർ ചെയ്യുക. അതിൽ മാത്സ് ആയിരിക്കും, അതിൽ ഫ്രാക്ഷൻ ഉണ്ടായിരിക്കാം, സീരീസ് ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കണം, അല്ലാതെ വായിച്ചു പഠിക്കേണ്ട ഒന്നല്ല. സോ മാത്സ് ആണ്, അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. ഇനി വരുന്ന 3 ചാപ്റ്ററുകൾ അത് കാര്യമായി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് എല്ലാ ടോപ്പിക്സും എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഇന്റർനെറ്റ് ഒക്കെയാണ്. ഇതെന്താ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ 3 ചാപ്റ്ററുകളിൽ നിന്നുമായിട്ട് വരിക. Last 3 chapters can be studied on your own. Notes will be given by us. If you don't understand after reading, classes will be given. Okay, you will get an idea while working out of the previous questions of these chapters. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാം. കൂടാതെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിന്നും വരിക. ഇപ്പോ പൊല്യൂട്ടൻസിനെ കുറിച്ചും പിന്നെ അസുഖങ്ങള്, ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ടുകൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ,
ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊരു ചാപ്റ്ററിൽ നിന്നും യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ചോദിക്കാം. ഒരു യൂണിവേഴ്സിറ്റി തന്നിട്ട് അത് എവിടെയാണ് എന്ന് ചോദിക്കാം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു 3 ചാപ്റ്ററുകളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 3 ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ല എന്നല്ല പറഞ്ഞത്. നമ്മൾ എല്ലാ ചാപ്റ്ററുകളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ മറ്റ് ചാപ്റ്ററുകളെ അപേക്ഷിച്ച് ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ 10 ചാപ്റ്ററുകളിൽ നിന്നുമായി 5 ക്വസ്റ്റ്യൻസ് വീതം 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് ജനറൽ പേപ്പറിൽ സ്കോർ ചെയ്യേണ്ടത്. Every class given by Prof.On should be listened completely. You must follow our instructions exactly, attend all test papers carefully, and clear any doubts by calling immediately. Okay, today's class was to introduce you to the syllabus. Don't forget to download the syllabus. ഞാൻ ഒന്നുകൂടെ പറയാണ്, സിലബസ് ഡൗൺലോഡ് ചെയ്യാതെ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യരുത്. സിലബസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഡൗൺലോഡ് ചെയ്യണം. കൂടാതെ അതൊരു പേപ്പറിൽ എഴുതി വെക്കുന്നത് കൂടി നന്നായിരിക്കും. നമ്മൾ ഒരു തവണയെങ്കിലും എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് മനസ്സിലുണ്ടായിരിക്കും. It's good to have a note in hand while listening the classes. In the next class, we will start discussing chapter 1, teaching aptitude. Thank you for listening our classes. Have a great day.